39കാരി സുമിത്രയും 9 മക്കളും കഴിയുന്നത് ഈ കൂരയിലാണ്. ശബരിമല അടിവാരത്ത് ഒരു വനപ്രദേശത്താണ് ഈ കുടുംബം കഴിയുന്നത്. മനുഷ്യ ജീവിതങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയും ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് എഡിറ്റോറിയൽ ഈ വീഡിയോ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത്. നമുക്ക് ഇത്രയൊരു കൂര കിട്ടി, അതിനകത്ത് കഴിയുന്നു. മറ്റൊരു വീട്ടിൽ നമുക്ക് പോകാനോ പോകും. മൂത്തയാൾക്ക് വയസ്സ് 17, ഏറ്റവും ചെറുതിന് 10 മാസം പ്രായം. 5 പെൺമക്കളടക്കം 9 കുട്ടികളുമായി സുമിത്ര കഴിയുന്നത് ഒരു കാറ്റടിച്ചാൽ പറന്നുപോയേക്കാവുന്ന പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ ഈ കൂരയിലാണ്. 2 തവണ കാട്ടാന ആക്രമണം ഉണ്ടായിട്ടും ഈ അമ്മ കുലുങ്ങിയില്ല. കാരണം ഇതിനപ്പുറം ഒരു താമസയിടം അവരെ കൊണ്ട് സ്വപ്നം കാണാൻ പോലും ആവില്ല. നമ്മൾ ഷെഡൊക്കെ വന്ന് ഇളകിയിട്ടുണ്ടായിരുന്നു. ഷെഡൊക്കെ വന്നിട്ട് ഇളകിയിട്ടുണ്ട്. മൊത്തം തെള്ളി തറയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഓടി എവിടെയൊക്കെ പോകുമ്പോൾ വലുതായിട്ട് അലയ്ക്കുമ്പോൾ ലൈറ്റുമായിട്ടൊക്കെ ടോർച്ചായിക്കോട്ടെ അവർ വരും. അവർ വന്ന് അലച്ച് പിന്നെ ആന എവിടെയൊക്കെ പോകും. കിടപ്പുമുറിയിൽ ഇഴജന്തുക്കൾ അരിച്ചിറങ്ങുന്ന മണ്ണിൽ ആരോ വലിച്ചെറിഞ്ഞ പഴന്തുണിയിൽ ചുരുണ്ടിറങ്ങുന്ന 10 മാസക്കാരൻ സുനിയും ചേട്ടനും. ഒരു തവണ കാട്ടുപന്നി കീറിമുറിച്ച ഈ മറയൊന്ന് നേരാക്കാൻ പോലും കയ്യിൽ കാശില്ല. അതുകൊണ്ട് ഉറങ്ങുമ്പോൾ ആരെങ്കിലും ഒരാൾ കാവലിരിക്കും. വല്ല പാമ്പോ അങ്ങനെയുള്ള ഏതൊക്കെ ജീവികളൊക്കെ അങ്ങനെയോ? ഞമ്മക്ക് അങ്ങനെ വരുത്തൊന്നുമില്ല. വരില്ല, ദ്രോഹിക്കില്ല. നമ്മളും കാട്ടിക്കിടക്കുന്നല്ലേ, അതെങ്കിലും കാട്ടിക്കിടക്കുന്നു. അടുക്കളയിൽ ആകെ ഉണ്ടായിരുന്നത് ഉപ്പും മുളകും ശകലം മഞ്ഞളും. ചോറും ചമ്മന്തിയുമാണത്രേ സ്ഥിരഭക്ഷണം. അത് രാവിലെയും രാത്രിയും കഴിക്കും. ഉച്ചയ്ക്ക് ചൂടുവെള്ളം മാത്രം. എന്താ ഭക്ഷണം ഉണ്ടാക്കിയെന്ന്? ചോറ് വെച്ചു. കറി എന്താ? കറിയില്ല, ചമ്മന്തി ഉണ്ടാക്കി. നമുക്ക് കിട്ടുന്നതിലോട്ടല്ലേ നമുക്ക് കൂട്ടാനൊക്കെ വെച്ചു കൊടുക്കാനൊക്കെ. ഈ വീട്ടിൽ ഒരാൾക്ക് ഒരു ഉടുപ്പ് വീതമാണുള്ളത്. അത് കഴുകിയിട്ട ദിവസങ്ങളിൽ ഇതുപോലെ തുണിയില്ലാതെ നടക്കും. ഭർത്താവ് മോഹനൻ തേൻ ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയാൽ ആഴ്ചകളോളം അമ്മയും മക്കളും മാത്രമാവും വീട്ടിൽ. അത്യാവശ്യം വന്നാൽ ഒന്ന് ഫോൺ വിളിക്കാൻ പോലും ആവില്ല. പത്തനംതിട്ട ലാഹയിലെ ആദിവാസി ഊരുകളിൽ ഒന്നിലാണ് ഈ കുടുംബം കഴിയുന്നത്. എഡിറ്റോറിയൽ സംഘടിപ്പിക്കുന്ന ട്രൂത്ത് മാംഗല്യത്തിലേക്ക് ഊരുകളിൽ നിന്ന് തെരഞ്ഞെടുത്തവരെ കാണാനുള്ള യാത്രയിലാണ് ഈ അമ്മയും മക്കളും ഞങ്ങളുടെ ക്യാമറയിൽ പതിഞ്ഞത്. ഹൃദയഭേദകമായ കാഴ്ച കണ്ട മാത്രേ ഒപ്പമുണ്ടായിരുന്ന പ്രവാസി വ്യവസായിയും ട്രൂത്ത് ഗ്രൂപ്പ് ചെയർമാനുമായ അബ്ദുൾ സമദ് രണ്ടാമതൊന്നും ആലോചിക്കാതെ സുമിത്രയ്ക്കും മക്കൾക്കും ഉറപ്പ് കൊടുത്തു. ഞാൻ ഇങ്ങനത്തെ ഒരവസ്ഥയുള്ള വീട് വരെ കണ്ടിട്ടില്ല. ഭയങ്കര വിഷമം, ബുദ്ധിമുട്ട്. അപ്പോൾ ഇവർക്കിവിടെ ഇത് ഗവൺമെൻറ്റിൻ്റെ ഇതിലുള്ള അവരെ സ്വന്തം ഭൂമിയല്ല. അപ്പോൾ ഇതിലിപ്പോൾ വീട് പണിതാൽ എനിക്കറിയില്ല എത്രത്തോളം അതിനൊരു അടച്ചുറപ്പ് അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇവർക്കിത് അങ്ങനെ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളൊരു ചെറിയ സ്ഥലവും വീടും നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കണം. പത്തനാപുരം ഗാന്ധി ഭവൻ ചെയർമാൻ സോമരാജനും സംഘവുമാണ് കാട്ടിലെ മനുഷ്യജീവിതങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഏറെ വൈകാതെ വന്യമൃഗങ്ങളെ പേടിക്കാതെ ആ അമ്മയ്ക്കും മക്കൾക്കും കിടന്നുറങ്ങാൻ അടച്ചുറപ്പുള്ള വീടുയരും. വിശപ്പുകൊണ്ട് ഒട്ടിയ വയറും പ്രകാശം വറ്റിയ കണ്ണുമായി ആ കുഞ്ഞുമക്കൾ കൈവീശി യാത്രയാക്കുമ്പോൾ ഞങ്ങളും ഹാപ്പിയായി. സമതിനൊപ്പം ഒരു കുടുംബത്തിന്റെ ആകെ സ്വപ്ന സാഫല്യത്തിന് സാക്ഷിയായതിന്